ചെറിയൊരു അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കൂടെ ഒരു മെഗാസ്റ്റാർ ഉണ്ട്. മമ്മൂക്ക കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ വടം എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ വടം എന്ന് പറഞ്ഞൊരു തമിഴ് പടം കണ്ടിട്ട് ഇപ്പോൾ ഇറങ്ങിയുള്ളൂ. അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്ന് ചോദിക്കാനാണ്. സാറേ, ഈ വടത്തെ പറ്റിയിട്ടൊന്ന് പറഞ്ഞേ. വടം എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻകാലങ്ങളിൽ വിജയാന്തിൻ്റെ ഒക്കെ പടം കണ്ടിട്ടില്ലേ? വിജയാന്ത് അങ്ങനെയുള്ള നടന്മാരൊക്കെ നമുക്ക് ഓർക്കാൻ പറ്റും. പാട്ടുകളൊക്കെ ഗംഭീരമാണ്. പിന്നെ എന്താ പറയുക, ഈ പാലക്കാടൊക്കെ അമ്മ കേട്ടുള്ള കാളപ്പോര് ഒക്കെ സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഈ ഡയറക്ടർ മുൻകാലങ്ങളിലുള്ള ഒരു തമിഴിൻ്റെ ഒരു തിരിച്ചുവരവ് നടത്തിയേക്കണം. കാരണം മലയാള സിനിമ വലിയ ഗംഭീരമാകുന്ന പോലെ ഇപ്പം ഈ തമിഴിൽ ഇതേപോലെയുള്ള ചിത്രങ്ങളൊക്കെ വരുന്നത്. കാരണം എല്ലാ അഭിനേതാക്കളും അടിപൊളിയാണ്. ഇതിൻ്റെ ഡയറക്ഷൻ, ക്ലൈമാക്സ് ആണ് സൂപ്പർ, നല്ല ഗംഭീരമായിട്ടുണ്ട്. നമ്മുടെ ഭീമലിനെ പറ്റിയിട്ട് എന്താ, ഭീമൽ നായകൻ? എനിക്കത് ഇദ്ദേഹത്തിന് നമുക്ക് ഇപ്പോൾ നമ്മുടെ സൂര്യയുടെ അനിയനില്ലേ കാർത്തിക്, അതിൻ്റെ ഒരു സ്റ്റൈലി, അതേ ഒരു ചായ പുള്ളിനെ എനിക്ക് കണ്ടു തോന്നി. കാരണം അതേ ഒരു പ്രകൃതം തോന്നി. കാരണം അത്രയ്ക്കും നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ ആ കഥാപാത്രം അദ്ദേഹം ഗംഭീരമാക്കിയിട്ടുണ്ട്. ഡയറക്ടർ ഉദ്ദേശിച്ച പോലെ തന്നെ അദ്ദേഹം ഗംഭീരമാക്കി. ഈ പടം എല്ലാവരും മലയാളികൾക്കും ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റും. നല്ലൊരു ടപ്പാങ്കുത്ത് എന്നൊക്കെ പറഞ്ഞില്ലേ, നല്ല രസം, നല്ലൊരു ഇതുള്ളത്, നല്ല പാട്ടുകളുണ്ട് ഇതിൽ. അതാണ് ഏറ്റവും പ്ലസ് പോയിന്റ് ഈ പടത്തിൽ. സൂപ്പർ പടം. പടത്തിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ പടം നല്ലൊരു മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ ഫസ്റ്റ് വാച്ചാണ്. എന്ന് വെച്ചാൽ ഇത് വെറുതെ പറഞ്ഞല്ല, നല്ല വിമലിൻ്റെ ചെറിയൊരു സംഭവമാണെന്നുണ്ടെങ്കിലും നല്ല പൊളിപ്പനായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് ഫസ്റ്റ് വാച്ച് കേട്ടോ. നമുക്ക് പടത്തിനെ പറ്റിയിട്ട് വേറെ ആളോടും കൂടി ചോദിക്കാം. പടമാണ്, എല്ലാവരും വന്ന് കാണണം. ഫസ്റ്റ് ഷോക്കെ നമ്മൾ കണ്ടു, അടിപൊളിയാണ്. ഓക്കെ, വേറൊരു സൂപ്പർ സ്റ്റാറും കൂടി ഉണ്ട്. പടത്തിനെ പറ്റിയിട്ട് നമുക്കൊന്നും കൂടി ചോദിക്കാം. പറഞ്ഞോ, പടം എങ്ങനെയുണ്ട്? നമ്മുടെ ജല്ലിക്കെട്ട് പടം ഇതാണോ? ആ, ജല്ലിക്കെട്ട് പിന്നെ ഗംഭീര പടമല്ലേ? കുറേ വർഷങ്ങൾക്ക് ശേഷം ഇതുപോലത്തെ ഒരു പടം കാണുന്നത്. നേരത്തെ നമ്മുടെ വിജയൻ സാറിൻ്റെ പടങ്ങളിലൊക്കെ ഇതുപോലത്തെ ഇങ്ങനെ സീനുകളൊക്കെ. ആ വിമൽ ആക്ടറിൻ്റെ വിമലിൻ്റെ നായകൻ്റെ പെർഫോമൻസ് എങ്ങനെ? നായകൻ സൂപ്പർ ഗംഭീരമായിട്ട്. ലവ് സ്റ്റോറിയൊക്കെ? അവർ സ്റ്റോറി നല്ല വർക്കൗട്ടായിട്ടുണ്ട്. എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെ അല്ലേ? വെരി ഗുഡ്. പക്ഷെ അവിടെ തേച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല പടമാണ്. അവിടെ തേച്ചിട്ട് പോയി. അന്ന് ഇവർക്കൊക്കെ കാണായിരുന്നു. അന്ന് നമുക്ക് ആടായിരുന്നു. അന്ന് ആടായിരുന്നല്ലേ? അല്ല, എന്നാലും മൃഗങ്ങളെ ഞാൻ പറയുന്നത്, നമ്മൾ ശരിക്കും പറഞ്ഞ മനുഷ്യர்கள் ഒരു ഇത് ഏറ്റവും കൂടുതൽ സ്നേഹം എന്നുള്ളത് മൃഗങ്ങൾക്കാണ്. അതറിയില്ല. പക്ഷേ ഒരു കാര്യം കേട്ടോ, അതിൽ ആ രണ്ട് കാള ജല്ലിക്കെട്ട് കാളാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഒരു മാസ് പെർഫോമൻസ്. ആ ലാസ്റ്റ് രണ്ടാളുണ്ട് ഇങ്ങനെ ഒരു കൂടിച്ചേർന്ന് ഒരു എൻജോയ് ഉണ്ട്. ഇവിടെ വേറൊരു സാധനം കൂടി ഉണ്ട്. ഇതാണ് നമ്മളെ പോലെ. അപ്പോൾ ഈ ജല്ലിക്കെട്ടിൽ ആ രണ്ട് കാളകൾ തമ്മിലുള്ള ഒരു സ്നേഹബന്ധം കൂടി ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. എന്താണ് എൻ്റെ പൊന്നോ ആ ഫ്രെയിമൊക്കെ. നമുക്ക് ഒരു ടീമിനോടും കൂടി ചോദിക്കാം. നമുക്ക് പടം എങ്ങനെയുണ്ട് നോക്കാം.